കേരളത്തിൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച ഇപ്പോഴും സജീവമാണ്. ഇപ്പോൾ ഏകദേശം ദില്ലിയിലേക്ക് ചർച്ചകൾ മാറിയിട്ടുണ്ട്. ജബി മേത്തർ എം പിയുണ്ട്. എന്താണ് മഹിളാ കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്? മഹിളാ കോൺഗ്രസിൻ്റെ നിലപാട് ഞങ്ങളൊക്കെ നേരത്തെ വ്യക്തമാക്കിയത് തന്നെയാണ്. ഈ ഒരു വിജയം ജനങ്ങൾ സമ്മാനിച്ചൊരു വിജയമാണ്. ഈ വിജയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനൊക്കെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ചേരുക, AICC ഒബ്സർവേഴ്സ് വരിക, AICC ഒബ്സർവേഴ്സുമായി MLA മാരുമായി സംസാരിക്കുക, മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുക. എല്ലാവരും കയറി നമ്മൾ പബ്ലിക്കായിട്ട് ഒപ്പീനിയൻ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത്. നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു സമയം എടുക്കുക എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിനുള്ള ഒരു സമയമാണ്. നമ്മളെ എടുത്തു ചാടി ഇൻസ്റ്റൻറ്റ് അല്ലല്ലോ ഇത് എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെല്ലാവരും അത് സ്വീകരിക്കും. ഇതിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ചർച്ച ഒന്ന്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ VD സതീശനായി വലിയ പ്രകടനങ്ങൾ നടക്കുന്നു, തെരുവിലേക്ക് പ്രവർത്തകർ ഇറങ്ങുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ടേക്ക് എന്താണ് അങ്ങയുടെ? ഇല്ല, ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും ഒരു 10 വർഷത്തിന് ശേഷം ഒരു ഭരണത്തിലേക്ക് നമ്മൾ എത്തുന്നു, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയും UDFൻ്റെ ഒരു സർക്കാരും ഒക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളിൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും. അത് ചിലപ്പോൾ ലഡ്ഡു കൊടുത്തായിരിക്കും, ചിലപ്പോൾ ജിലേബി കൊടുത്തായിരിക്കും, ചിലപ്പോൾ പടക്കം പൊട്ടിച്ചായിരിക്കും, ചിലപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചായിരിക്കും, ചിലപ്പോൾ ഒരു ട്രൈ കളർ ടീഷർട്ട് ധരിച്ചിട്ടായിരിക്കും, കോൺഗ്രസിൻ്റെ ചിഹ്നം പിടിച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ആഹ്ലാദ പ്രകടനങ്ങളുടെ ഘോഷയാത്രകൾ നടക്കുകയാണ്. മറ്റെല്ലാം പാർട്ടി അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് തീരുമാനത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഹൈക്കമാൻഡ് ഒരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു തീർച്ചയായും ഒരു ജനാധിപത്യ പ്രക്രിയ ആണല്ലോ. നമ്മളൊന്ന് BJP ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യും. രാജസ്ഥാനിലൊന്നും ആരും അറിഞ്ഞില്ല, ഒരു പേപ്പറിൽ എഴുതി അടുത്ത ഇൻചാർജായിട്ട് ചെന്ന ആ പ്രമുഖ് അവിടെ കൊടുത്ത് അത് അനൗൺസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇത്രയും ഒരു ജനാധിപത്യ പ്രക്രിയ, എല്ലാവരെയും കേൾക്കുന്നു, അഭിപ്രായങ്ങൾ തേടുന്നു, ആ മെസ്സേജുമായി ഒബ്സർവേഴ്സ് ഡൽഹിയിലേക്ക് പോകുന്നു, അത് ഹൈക്കമാൻഡ് AICC നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്ത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളും. അത് ഞങ്ങളെല്ലാവരും സ്വീകരിക്കും. ഈ ജനങ്ങളുടെ വികാരം, കോൺഗ്രസ് അണികളുടെ വികാരം, പൊതുവികാരം മാനിക്കണം എന്നുള്ളതാണോ? പ്രത്യേകിച്ച് MLA മാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ KC വേണുഗോപാലിന് വലിയ പിന്തുണയുണ്ട്. എന്താണ് അങ്ങ് കാണുന്നത്? ജനങ്ങളുടെ വികാരം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും UDF സർക്കാരുമാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ നിന്നും വ്യക്തമായ കാര്യമാണ്. അത് ഒരു സമ്മാനം പോലെ ജനങ്ങൾ തന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ പേരുകളിലേക്ക് ഇപ്പം നിങ്ങൾ എത്ര തവണ ചോദിച്ചാലും, മാറ്റി ചോദിച്ചാലും, മറിച്ച് ചോദിച്ചാലും, തിരിച്ചു ചോദിച്ചാലും ഒക്കെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ എൻ്റെയൊക്കെ ഉത്തരം എപ്പോഴും പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം, പാർട്ടി എടുക്കുന്ന ഒരു പ്രൊസീജിയർ, അതിന് കുറച്ച് സമയം കൊടുക്കുക, ആ സമയത്ത് എല്ലാവരുമായി ചർച്ച ചെയ്ത് അവർ തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം എടുക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യും. ഈ MPമാരോടൊക്കെ അഭിപ്രായം ചോദിച്ചിരുന്നു? മഹിളാ കോൺഗ്രസ് എന്ന നിലയ്ക്കും MP എന്ന നിലയ്ക്കും അഭിപ്രായം പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ ഞങ്ങളോടൊന്നും ഇങ്ങനെ ചോദിച്ച് തീരുമാനിക്കേണ്ട, അത്രയും ഒരു എലാബറേറ്റ് ആയിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അതൊക്കെ സീനിയേഴ്സായിട്ട് മുതിർന്ന നേതാക്കന്മാരായിട്ടൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കേണ്ട ഒരു സാഹചര്യമല്ലോ. നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ലാഘവത്തോടു കൂടി നമ്മളൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യത്തെ കാണേണ്ട കാര്യമില്ല. അതിന് ഒരു സിസ്റ്റം ഉണ്ട് കോൺഗ്രസ്സിന്. ആ സിസ്റ്റം അനുസരിച്ച് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിസ്റ്റം, ആ ഒരു പ്രോസസ്സ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു തീരുമാനം വരും. ഞങ്ങളെപ്പോലെയുള്ള എല്ലാവരും, പാർട്ടി ഒരു തീരുമാനം അത് ഏത് കാര്യത്തിൽ എടുത്താലും ഞങ്ങളുടെയൊക്കെ ഒരു സമീപനം, അത് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അത് അംഗീകരിക്കുക, സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. KC വേണുഗോപാൽ വന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരില്ലേ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ സാധ്യമാണോ? ജയിച്ചു കയറാൻ കഴിയുമോ?
അല്ല, അങ്ങനത്തെ ചോദ്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ട ഒരു സമയമല്ലോ. നമ്മുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി വരേണ്ട ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സത്യപ്രതിജ്ഞ ചെയ്യാനായി വരുന്ന ആ ഒരു സമയം, അതിന് ഉചിതമായ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കുമല്ലോ ഏത് തീരുമാനമാണെങ്കിലും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ആർക്കും വേണ്ടി, ഈ മൂന്ന് പറയുന്ന ആർക്കും വേണ്ടി പ്രത്യേകമായി തെരുവിലിറങ്ങുകയോ പ്രതിഷേധിക്കുകയോ ആഹ്വാനം ചെയ്യുന്ന സ്ഥിതി മഹിളാ കോൺഗ്രസ് ചെയ്യില്ല. അല്ല, ഞാൻ ചോദിച്ച കൃത്യം മനസ്സിലായല്ലോ. 3 പേരുണ്ട്. 3 പേർക്ക് എന്ന് വെച്ചാൽ ആർക്ക് വേണ്ടി നമ്മൾ പ്രത്യക്ഷമായി ഇറങ്ങില്ല, അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് അംഗീകരിക്കും. അങ്ങനെയാണോ? ആർക്ക് വേണ്ടി? ഞാൻ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നതിൽ പറഞ്ഞല്ലോ, നമുക്ക് കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട്, ആ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് നടക്കട്ടെ. ആ പ്രോസസ്സ് നടന്നു കഴിഞ്ഞ ഒരു തീരുമാനം വരുമ്പോൾ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. ആരെയും പരസ്യമായി ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഉത്തരവുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര മാറ്റിയും മറിച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ആ പ്രോസസ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം. അത് ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആ ഒരു തീരുമാനമെടുക്കാനുള്ള ഇതെങ്കിലും ഒരു റൈറ്റ് കോൺഗ്രസിന് കൊടുക്കണ്ടേ, പാർട്ടിക്ക് കൊടുക്കണ്ടേ? പാർട്ടിക്കൊരു സിസ്റ്റവും ഇല്ലേ, സംവിധാനവും ഇല്ലേ? അപ്പോൾ അത് അനുസരിച്ച് കോൺഗ്രസ് ചെയ്യട്ടെ. ആ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ മന്ത്രിസഭയൊക്കെ വരികയാണ്. മന്ത്രിസഭയിലും സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ വേണമെന്ന് ആവശ്യമുണ്ടോ മഹിളാ കോൺഗ്രസിന്? അത് അങ്ങനെ ഒരു ആഗ്രഹം തീർച്ചയായും ഉണ്ട്. വളരെ മനോഹരമായൊരു വിജയമാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ചരിത്രത്തിൽ ആദ്യമായി 7 വനിതാ MLA മാർ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ പറഞ്ഞതാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്താൻ വനിതകൾ കോൺഗ്രസിൽ നിന്നുണ്ടാകും എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. അത് സാധ്യമായിരിക്കുകയാണ്. UDF-ൽ നിന്ന് 9 പേരാണ്. അതും ചരിത്ര വിജയങ്ങളാണ്. മന്ത്രിമാരെ തോൽപ്പിച്ചാണ് വനിതകൾ ഏലത്തൂരിലും അതേപോലെ മാനന്തവാടിയിലും, പിന്നെ അതേപോലെ ഉമാ തോമസിൻ്റെ വിജയം എന്ന് പറയുന്നത് 50,000-ന് മുകളിലെ ഭൂരിപക്ഷം. അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, കെ തുളസി എല്ലാവരുടെയും വിജയം. രമ്യ ഹരിദാസിൻ്റെ വിജയം ചിറയൻകീഴിൽ, അത് തിളക്കമാർന്ന വിജയമാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പാണ്, കോൺഗ്രസ് പാർട്ടി എന്നും വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോഴും ഓർക്കണം, കോൺഗ്രസിന് ഒരേ ഒരു രാജ്യസഭാ MP ഉള്ളതും ഒരു വനിതയാണ്. അപ്പോൾ കോൺഗ്രസിന് പ്രാധാന്യം നൽകും, വനിതകൾക്ക് പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി നൽകും. ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും മന്ത്രിസഭയിൽ വനിതകൾ ഉണ്ടാകുമെന്നാണ്. അവസാന ചോദ്യം, എനിക്ക് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടൊരു ദൃശ്യം, പാർലമെൻ്ററി പാർട്ടി യോഗത്തിലേക്ക് ബിന്ദു കൃഷ്ണ വരുന്നതും ചെറിയാൻ ഫിലിപ്പ് കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും ബിന്ദു കൃഷ്ണ കുതറി മാറുന്നതുമായിട്ടുള്ള ഒരു ദൃശ്യം വന്നിരുന്നു. കണ്ടിട്ടുണ്ടാവും. അത് പലതരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അങ്ങനെ വന്നാൽ അത് വിട്ടുകൊടുക്കുകയല്ലേ ഒരു നേതാവ് ചെയ്യേണ്ട, ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത്. ആ ദൃശ്യം കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് ഒരു ചർച്ച പോലും ചെയ്യേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറിയാൻ ഫിലിപ്പേട്ടൻ വളരെ നാച്ചുറലായി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ വിജയത്തിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇന്നലെ ഞാനും KPCC-യിൽ ഉണ്ടായിരുന്നു. മുഴുവൻ 63 MLA-മാർക്കും മഹിളാ കോൺഗ്രസിൻ്റെ വക ഞങ്ങൾ പൊന്നാട അണിയിക്കുന്നു, 5 സ്റ്റാർ കൊടുക്കുന്നു, ബൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു രീതിയിലുള്ള ഒരു സന്തോഷ പ്രകടനമാണ്. ചെറിയാൻ ഫിലിപ്പേട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെയൊക്കെ ഒരു പ്രീതി തുല്യൻ എന്നുള്ള ആ ഒരു തലത്തിലുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പ്രകടനം, അത് അതിൻ്റെ വഴിക്ക് വിടാനേ ഉള്ളൂ. അതിനെ വലിയ ഒരു പ്രശ്നമാക്കി ചർച്ച ചെയ്യാനൊന്നും ഉള്ള കാര്യമില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്നുള്ളത് കൊണ്ട് അല്ല, അതൊക്കെ ഇങ്ങനെ നാഷണൽ മീഡിയ അങ്ങനെ പലതും ചർച്ച ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളൊന്നും നാഷണൽ മീഡിയ ചർച്ച ചെയ്യാറില്ലല്ലോ. ഇവിടെ എത്രയൊക്കെ അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഈ രാജ്യത്ത് നടക്കുന്നതിനെ കുറിച്ച് ഈ നാഷണൽ മീഡിയ എന്തെങ്കിലും പറയാറുണ്ടോ? ഇതൊരു സ്നേഹപ്രകടനം, ആവേശം, ഉത്സാഹം, സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, എക്സ്യൂബറൻസ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതിനെ വെറുതെ വലുതാക്കി ചിത്രീകരിച്ച് ഒരു കാര്യവും ഇല്ല. അതൊരു സ്നേഹപ്രകടനം മാത്രം. വളരെ കൃത്യമാണ്. എത്ര ചോദിച്ചാലും ആർക്കാണ് പിന്തുണ എന്ന നിലയിലല്ല പ്രതികരണം. ഈ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ കൂടിയായ ജബി മേത്തർ.